2 പതിറ്റാണ്ടിലധികമായി ബ്രിട്ടനിൽ നടമാടിക്കൊണ്ടിരുന്ന ഭീകര തിന്മയായിരുന്നു പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളുമായ ക്രിമിനലുകൾ നേതൃത്വം കൊടുത്ത ഗ്രൂമിംഗ് ഗ്യാങ് പ്രണയക്കണികളും പീഡനങ്ങളും. ബ്രിട്ടീഷുകാരായ പെൺകുട്ടികളെ ഡേ കെയർ സെന്ററിൽ നിന്നും മറ്റും തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളോളം വളർത്തിയും അല്ലാത്തവരെ അല്ലറച്ചില്ലറ സഹായങ്ങളും പഠന സൗകര്യങ്ങളും ആഹാരവും ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ വിശ്വാസം നേടിയെടുത്തും ക്രിമിനൽ താവളങ്ങളിലെത്തിച്ച് അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കും ഉപദ്രവങ്ങളും ഏൽപ്പിച്ച് മൃതപ്രായരാക്കുന്ന ഏറ്റവും ഭീകരമായ ഉപദ്രവമായിരുന്നു റോച്ച്ഡൈൽ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ ചെയ്തുകൊണ്ടിരുന്നത്. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമപാലകരുടെ ഒത്താശയോടെ വടക്കൻ ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിന് സമീപം സാധാരണക്കാരായ ബ്രിട്ടീഷുകാർ താമസിക്കുന്ന റോച്ച്ഡെയിലിൽ 2 പതിറ്റാണ്ടുകളായി തദ്ദേശീയരായ ബ്രിട്ടീഷുകാരി പെൺകുട്ടികളെ മാത്രം തിരഞ്ഞു പിടിച്ച് പിച്ച് ചിന്തുകയായിരുന്നു ഈ നരാധമന്മാർ. വെള്ളക്കാരികളായ കൗമാരിക്കാരികളെ മാത്രം നശിപ്പിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയ ഈ സംഘത്തിനെതിരെ അതിശക്തമായ പരാതികൾ അധികാരികളുടെ മുമ്പിലെത്തിയിരുന്നുവെങ്കിലും അക്കാലത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന ലേബർ സർക്കാരുകളുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായിരുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ പരാതികളെ ഇസ്ലാമഫോബിയയുടെ ഗണത്തിൽപ്പെടുത്തി പോലീസ് മനഃപൂർവ്വം തമസ്കരിക്കുകയായിരുന്നു. നടപടിയെടുത്താൽ അത് വംശീയമായ വിദ്വേഷത്തിന് കാരണമാകുമെന്നായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ വളർന്ന് പന്തലിക്കുകയും റോച്ച്ഡൈലിലെ ബ്രിട്ടീഷ് കുടുംബങ്ങളിലെ പെൺകുട്ടികളെ വിടർന്ന ചിരിയും സമ്മാനങ്ങളുമായി സന്ധിച്ച് ആദ്യം ഡേറ്റിങ്ങിലേക്കും പിന്നീട് മയക്കുമരുന്നിന്റെ മാരക ലഹരിയിലേക്കും കുരുക്കി തങ്ങളുടെ ആസക്തിയുടെ ശമനത്തിനായി ക്രൂരമായി ഉപയോഗിക്കുകയായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ ചിലർ നടത്തിയ നീണ്ട കാലത്ത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2012 പാകിസ്ഥാനികളായ ചില ക്രിമിനലുകൾ അറസ്റ്റിലായി. എന്നാൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമായിരിക്കാം തുടർ നടപടികളിൽ പോലീസ് അനാസ്ഥ കാട്ടിയതിനാൽ ഈ ക്രിമിനലുകൾ പലരും രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഈ ഗ്രൂമിംഗ് ഗ്യാങ് വിഭാഗത്തെക്കുറിച്ച് ബ്രിട്ടന്റെ ഹൗസ് ഓഫ് കൗൺസിൽ അംഗമായ ലോർഡ് പിയേഴ്സൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുകയും പിന്നീട് വന്ന ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന സുയല്ല ബ്രൈവർമാൻ അക്കാര്യം ഊന്നി പറയുകയും ചെയ്തു. അതോടെ അത് വീണ്ടും കത്തിപ്പടരുകയും തിരഞ്ഞെടുപ്പിനെ നിർണായകമായി ബാധിക്കുന്ന തരത്തിൽ ശക്തമായ ചർച്ചകൾക്ക് വഴിമരുന്നാകുകയും ചെയ്തു. അങ്ങനെ വീണ്ടും അന്വേഷണം ശക്തിപ്പെടുകയും ബ്രിട്ടനെ നടുക്കുന്ന പലതരം വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയും അതേ തുടർന്ന് അറസ്റ്റിലായ 42 പാകിസ്ഥാൻ ക്രിമിനലുകളെ 432 വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാഗത്ത് വലിയ ആഘോഷങ്ങളും മറുഭാഗത്ത് കനത്ത പ്രതിഷേധത്തിനും വഴിവെച്ചു. ഇത്തരത്തിലുള്ള ഗ്രൂമിംഗ് പീഡന സംഘങ്ങൾ ബ്രിട്ടനിൽ പലയിടത്തും സജീവമാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഇസ്ലാമിക വോട്ട് ബാങ്ക് സംരക്ഷണത്തിൻ്റെ നിർബന്ധങ്ങൾക്ക് വഴങ്ങി അധികാരികൾ ഇതെല്ലാം അവഗണിച്ച് കളയുകയായിരുന്നു. ഒടുവിൽ ആർക്കു വേണ്ടിയാണോ കിയർ സ്റ്റാർമറിൻ്റെ പാർട്ടി പ്രീണനം നടത്തിയത് അവർ ആ പാർട്ടി വിട്ട് പോവുകയും ചെയ്തു. ഏതായാലും 2012 ശിക്ഷിക്കപ്പെട്ട ഈ ക്രിമിനലുകളിൽ പ്രമുഖ ഗുണ്ടാ നേതാക്കളായ ഖാരി അബ്ദുൾ റൌഫ്, ആദിൽ ഖാൻ എന്നിവരെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തുന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. നാട് കടത്താൻ തീരുമാനിക്കുകയും എന്നാൽ ആ നീക്കത്തിനെതിരെ അവർ സർക്കാർ ചെലവിൽ നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു. ആ നിയമ പോരാട്ടങ്ങളുടെ ഒടുവിൽ എല്ലാ കോടതികളിലും അപ്പീൽ തള്ളപ്പെട്ടെങ്കിലും ഇവരെ നാട് കടത്താനാകാതെ ബ്രിട്ടൻ പ്രതിസന്ധിയിലായി. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾക്കുള്ള വിലക്ക് UK നീക്കിയതിനെ തുടർന്ന് പാകിസ്ഥാനുമായി നിലനിന്നിരുന്ന ഒരു കരാറിൻ്റെ ഭാഗമായി റോച്ച്ഡെയിൽ ഗ്രൂമിംഗ് ഗ്യാങ്ങിലെ ഈ 2 ക്രിമിനലുകളെ വൈകാതെ തന്നെ നാട് കടത്തും. സുരക്ഷാ കാരണങ്ങളാൽ കഴിഞ്ഞ 5 വർഷങ്ങളായി പാകിസ്ഥാനിൽ നിന്ന് ബ്രിട്ടനിലേക്ക് നേരിട്ട് വിമാന സർവീസുകൾ ഉണ്ടായിരുന്നില്ല. ആ നിയമമാണ് ഈ ക്രിമിനലുകളെ ബ്രിട്ടനിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടി മാത്രം എടുത്തു മാറ്റിയത്. സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വരും നാളുകളിൽ ബ്രിട്ടനിലെ തലമുറയ്ക്ക് ജന്മം നൽകേണ്ടിയിരുന്ന 50ഓളം പെൺകുഞ്ഞുങ്ങളെ പതിറ്റാണ്ടുകളോളം പിച്ച് ചീന്തിയ പൈശാചിതയ്ക്ക് നേതൃത്വം നൽകിയവരെ നാട് കടത്താൻ തീർപ്പാക്കിക്കൊണ്ട് ബ്രിട്ടൻ കഴിഞ്ഞ നാളുകളിലെ ഉദാസീനതകൾ മാറ്റിവെച്ച് നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്.